രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ചാണക്യൻ എന്നാണ് അമിത്ഷായെ പറയുന്നത്. അമിത്ഷാ അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരാളല്ല. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഗൂഢാർത്ഥം ഉണ്ടായിരിക്കും എപ്പോഴും. അമിത്ഷാ പറയുന്ന വരികൾ മാത്രമല്ല, വരികൾക്കിടയിൽ നിന്നും നമ്മൾ ചിലപ്പോൾ വായിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളെ ചരിത്രം ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കോൺക്ലേവിൽ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ 25% എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ടൊരു പ്രോഗ്രസ് BJPക്ക് ഉണ്ട് ആ വോട്ട് ഷെയറിൽ. ഇപ്പോൾ ഒരു അതിശയോക്തി കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് 2026 BJP കേരളം കാവി പുതയ്ക്കും എന്നാണ് പറയുന്നത്. അത് ഈ ഇടതിൻ്റെയും വലതിൻ്റെയും കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടും കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ അതിലൊരു കോട്ട് ചെയ്ത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്. ആസം, ത്രിപുര, അവിടെയൊക്കെ 1% വോട്ട് നമുക്കുണ്ടായിരുന്നുള്ളൂ. അടുത്ത ഇലക്ഷനിൽ ഭൂരിപക്ഷത്തോടെ നമ്മൾ വന്നു, വൻ ഭൂരിപക്ഷം. അത് കേരളത്തിലും ആവർത്തിക്കും എന്നൊക്കെ പറയുന്നു. ഇത് ചുമ്മാ പറയുന്നതാണോ, വീമ്പിളക്കുന്നതാണോ, പാർട്ടി പ്രവർത്തകരെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നതാണോ, അല്ലാതെ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ? അല്ല, നേരത്തെ പറഞ്ഞല്ലോ ഈ അമിത്ഷാ ചാണക്യനാണ്. ശരിയാണ്. ആ ചാണക്യ തന്ത്രങ്ങളാണ് ഇന്ത്യയിലെമ്പാടും BJPയുടെ വിജയത്തിന് കാരണമായി മാറിയിട്ടുള്ളത്. കേരളം കുറേ നാളുകളായിട്ട് തന്നെ BJP ടാർഗറ്റ് ചെയ്ത ഒരു സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിൽ BJPക്ക് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സീറ്റ് പോലും ഇല്ലാത്ത കേരളത്തിൽ BJP ഭരണം നടത്തും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിൻ്റെ ചാണക്യ തന്ത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം ഇത് വെറുതെ പറയുന്നതല്ല, ഇങ്ങനെ പറഞ്ഞാണ് ഇതെന്ത് ചെയ്യുന്നത്, ശരിയാക്കിയെടുക്കുന്നത്. അത് രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കൽ നിങ്ങൾ പറയുക, അപ്പോൾ അത് ഞെട്ടലോടുകൂടി ആളുകൾ വീണ്ടും അത് പറയുക, അപ്പോൾ കുറച്ചും കൂടിയൊക്കെ അത് യാഥാർത്ഥ്യമുള്ളതാണെന്ന് തോന്നലുണ്ട്. പിന്നെയും പറയുക, അപ്പോൾ ശരിയാണ്, നമ്മൾ യാഥാർത്ഥ്യത്തിന് അടുത്തെത്തിയിരിക്കുന്നത്. പിന്നെയും പറയുക, അപ്പോൾ അത് യാഥാർത്ഥ്യമായി തീരും. അതൊരു വിശ്വാസ പ്രമാണം മാത്രമല്ല, ഇതിനകത്ത് നടക്കുന്ന ഒരു പരിണാമ പ്രക്രിയയുടെ ഭാഗം കൂടിയായിട്ട് അവനെ കണക്കാക്കണം. കാരണം BJP ഇല്ലായിരുന്നല്ലോ, ഇന്ത്യയിൽ BJP ഒന്നും ആയിരുന്നില്ല. പക്ഷേ BJP ഇപ്പോൾ ഇന്ത്യയിലെല്ലാമാണ് എന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊരു മാജിക്കൽ കൺവെർഷനാണ് എന്ന് പറയുന്നതും ആ മാജിക്കൽ കൺവെർഷനിലെ അമിത്ഷായെ പോലെയുള്ള ചില നേതാക്കളുടെ മാജിക്കൽ ടച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നു. ഇന്നലത്തെ കോൺക്ലേവിൽ ഞാൻ പങ്കെടുത്തിരുന്നൊരു കോൺക്ലേവാണ്. അമിത്ഷാ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അമിത്ഷാ പറഞ്ഞത് ഇതാണ്: അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളുടെ ആശ്ലേഷത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ചങ്ങലകളിൽ നിന്നോ കേരളത്തിലെ ജനതയെ മോചിപ്പിക്കാനായിട്ട് BJPക്ക് കഴിയും എന്നാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: അടുത്ത തെരഞ്ഞെടുപ്പിൽ 25% വോട്ടെന്ന് പറയുന്നത് BJPയുടെ വോട്ട് ഷെയറായിട്ട് മാറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണ മത്സര സ്വഭാവമുള്ള ഒരു സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ അങ്ങനെ ചില മണ്ഡലങ്ങൾ പ്രവചിക്കപ്പെടുന്നു. അതെ, അല്ല, അങ്ങനെ വരുമ്പോൾ ഈ 25% വോട്ട് ഷെയർ എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള കാൽവെപ്പായിട്ട് കണക്കാക്കാം. 25% വോട്ട് വാങ്ങാനായിട്ടുള്ള കെൽപ്പുണ്ട്. അത് BJPയുടെ വോട്ട് ഷെയർ ആണെങ്കിൽ മറ്റ് ചില കക്ഷികളുമായിട്ടുള്ള സമമായ കൂട്ടുവെപ്പ് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ 25% വിജയത്തിലേക്ക് എത്തിക്കാം. 32% വോട്ട് കിട്ടുകയും ജയിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ചില മണ്ഡലങ്ങളിലെങ്കിലും അത് യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് കഴിയും. പക്ഷേ നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ ഇതിന് കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സാധ്യത ആസാം പോലത്തെ, ത്രിപുര പോലത്തെ ഒരു സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അത് അത്ര ഇല്ല എന്ന് പറയാൻ പറ്റും. എന്നുവെച്ചാൽ 1% നിന്നെങ്ങനെ ഭരണത്തിലെത്തിയത് അതിനെ ചൂണ്ടുപലകയായിട്ട് ആസാമോ ത്രിപുരയെ ചൂണ്ടിക്കാണിച്ചാൽ കേരളത്തിൽ അങ്ങനെ സാധ്യമല്ല മോനെ എന്നേ പറയാൻ പറ്റുള്ളൂ. കേരളത്തിൽ ക്രമികമായ ഒരു വളർച്ചയാണ് സാധ്യതയുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ക്രമികമായ വളർച്ച ഉണ്ട്. ആ വളർച്ച ക്രമികമായിട്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. കുറേ കഴിഞ്ഞാൽ മാത്രമാണ് അതിന് വ്യത്യാസം വരുന്നത്. അങ്ങനെ വ്യത്യാസം വരാൻ പറ്റണമെങ്കിൽ ഒരു എനർജി ബാരിയറിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി BJP യഥാർത്ഥത്തിൽ നേടിയെടുക്കേണ്ടതുണ്ട്. അത് നേടിയെടുത്തിട്ടില്ല ഇപ്പോഴും എന്നതിനെയാണ് കണക്കാക്കുന്നത്. പക്ഷേ അത് മറികടക്കാൻ വേണ്ടി ഇതെല്ലാം തന്നെ നമ്മളൊരു ഇലക്ഷൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്നുണ്ട്. കാരണം BJP എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ പല രീതിയിൽ ഭരണം പല സംസ്ഥാനങ്ങളിൽ പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കർണാടകയിലൊക്കെ 2019 വൻ നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. യെദ്യൂരപ്പ വരുന്നു, പിന്നെ അങ്ങനെയൊക്കെയുള്ള
യെദ്യൂരപ്പയാണ് അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ടേം സെർവ് ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി, ഒരു ദിവസം എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മാജിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന, കഴിഞ്ഞ ദിവസം ഒരു നിയമം വന്നിരുന്നു, ഒരു ബില്ല് വന്നിരുന്നു പാർലമെൻറ്റിൽ. അതായത് പാർലമെൻറ്റിൽ ഈ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഒരു സാമാജികന് പിന്നെ രാജിവെക്കേണ്ടി വരും, അത് തുടരാൻ സാധിക്കില്ല എന്നുള്ളത്. നിയമസഭയിലായിക്കോട്ടെ പാർലമെൻറ്റിലായിക്കോട്ടെ. ഇത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിക്കോട്ടെ, പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ, സ്റ്റാലിനെ പോലെ. കാരണം അടുത്ത തമിഴ്നാട്, ഇവിടെ കേരളമാണല്ലോ 2026 നിയമസഭാ ഇലക്ഷൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവർ BJP ഭരണത്തിൽ വന്നതിന് ശേഷം BJP ഭരണഘടനാ സംവിധാനങ്ങളെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ BJPയുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന വലിയൊരു ആക്ഷേപമാണ്. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും മണത്ത് നടന്ന് പരിശോധിച്ച് ആളുകളെ കേസിൽ കുടുക്കി ആളുകളെ ശരിപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ തരത്തിലുള്ള കേസ് അവരുടെ നേരെ വരുന്ന സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങൾ കേസിന് നേരിടാൻ തയ്യാറാണോ അതോ BJPയുടെ ഒപ്പം നിൽക്കാൻ തയ്യാറാണോ? പല ആളുകളും BJP മൂന്നാമതൊരു ഓപ്ഷനും കൂടെ ഇല്ലേ? അല്ലേ, അങ്ങനെ ഒപ്പം നിന്നവരൊക്കെ സംരക്ഷിച്ചിരുന്നത്. അല്ല, ഇതിൽ മൂന്നാമതൊരു ഓപ്ഷനും കൂടെ ഇല്ലേ? മൂന്നാമതൊരു ഓപ്ഷനും കൂടെ ഇല്ലേ? എന്താണ്? മടിയിൽ കനമില്ലാത്തവർ വഴിയിൽ പേടിക്കേണ്ടെന്ന് പറയും. അതായത് BJPയുടെ ഇവരെ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും ഇല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ പറയുന്നത് വലിയ വലിയ സാധ്യതകൾ യഥാർത്ഥത്തിൽ BJP എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ 2 മുഖ്യമന്ത്രിമാരെയും ED പലതരത്തിലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ആ വേട്ടയാടൽ കേസായിട്ട് മാറ്റി കേസിലൂടെ അവരെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് മുഖ്യമന്ത്രി ആവാനായിട്ട് പറ്റില്ല, മന്ത്രി ആവാനായിട്ട് പറ്റില്ല, MLA ആയിട്ട് പോലും ഇരിക്കാനായിട്ട് പറ്റില്ല. പുതിയ ബില്ലിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ സാധ്യതയിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് ഡൽഹിയാണ്, അറിയാലോ അല്ലേ? ഡൽഹിയിൽ കേജ്രിവാൾ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നതിന് ശേഷവും അദ്ദേഹം എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഭരണം നടത്താൻ ശ്രമിച്ചു. ജയിലിലിരുന്ന് ഭരിക്കും. അന്ന് തന്നെ BJP തീരുമാനിച്ചിട്ടുണ്ട് ഇനിയൊരുത്തരും ജയിലിലിരുന്ന് ഭരിക്കണ്ട എന്നുള്ളത്. അങ്ങനെയാണ് ഈ ബില്ല് വരാനായിട്ട് പോകുന്നത്. 1. 2, BJPയുടെ ഒപ്പം നിൽക്കുന്ന പല കക്ഷികളുണ്ട്. ഉദാഹരണത്തിന് തെലുങ്ക് ദേശ പാർട്ടി എന്ന് പറയുന്ന സാധനം. അവരൊക്കെ ചാടിപ്പോകാതിരിക്കേണ്ടത് ഒരാവശ്യമാണ്. ചാടിപ്പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചന നൽകുക. അങ്ങനെ പല പല സാധ്യതകളാണ് അവരിങ്ങനെ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ. ഇത് ഈ ബില്ല് കൊണ്ടുവന്നത് അമിത്ഷായാണ്. അമിത്ഷായാണ് കൊണ്ടുവന്നത്. അമിത്ഷാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അമിത്ഷാവിൻ്റെ പ്രയോഗത്തിനെക്കുറിച്ച് ബോധവാനാണ്. അതെങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1% വോട്ട് നേടിയ ആസാം, അതിന് ആ മാതൃക കേരളത്തിൽ നടപ്പിലാക്കും എന്ന് പറയുന്നതിൽ ഒരു അതിശക്തിയുണ്ട്. കാരണം കേരളത്തിൻ്റെ വോട്ടർമാർ എന്ന് പറയുന്നത് കുറേ കൂടി പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ വേരുറച്ച് വരുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അവരെ പെട്ടെന്നൊറ്റ ദിവസം കൊണ്ട് അട്ടിമറിക്കാനായിട്ട് പറ്റില്ല. ക്രമേണ എന്ത് ചെയ്യാം, അത് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് കുറേ സമയം പിടിക്കും. 2026 കുറച്ച് സീറ്റുകൾ 3, 4, 5 സീറ്റിലൊക്കെ വേണമെങ്കിൽ BJP ജയിച്ചാൽ തന്നെ BJP അത്ഭുതകരമായ നേട്ടം ഉണ്ടാക്കും. 2026 0 കിട്ടുന്നെങ്കിൽ ഇനി ഉടനെയൊന്നും BJP ആത്മവിശ്വാസം പൊങ്ങി വരില്ല. ആത്മവിശ്വാസം വളരെ കൂടുതലാണ് BJPക്ക്. അല്ല, 2026 0 കിട്ടുന്നെങ്കിൽ 0 കിട്ടുന്നതെങ്കിൽ ആത്മവിശ്വാസം പോകും. 0 കിട്ടാനുള്ള സാധ്യത കുറവാണ് ശരിക്കും. കാരണം ഇലക്ഷൻ സാഹചര്യങ്ങളാണ് അവരെ 0-ലേക്കും അതേപോലെ തന്നെ പ്ലസിലേക്കും കൊണ്ടുവരുന്നത്. കാരണം നിയമം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുവെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അത് വലിയ അടിയാണ്. പക്ഷേ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച സംഭവമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നത് അതൊരു അത്ഭുതമാണ് അവരെ സംബന്ധിച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. ഇത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വന്ന സമയത്ത് ഇദ്ദേഹത്തെ ആരാണെന്ന് മലയാളികൾക്ക് അറിയത്തില്ലായിരുന്നു. ഇത് 1 മാസം മുന്നെയാണ് ഇദ്ദേഹത്തിനെ കാണുന്നത് തന്നെ. പക്ഷേ നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം തകർന്നടിയുമെന്ന് വിചാരിച്ചു. പക്ഷേ വൻ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുണ്ട്, അപ്പോൾ അതൊക്കെ മുടക്കി. പക്ഷേ നമ്മൾ കണ്ടത് തരൂരിനോട് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കാഴ്ചവെക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെയാണ്. തീരദേശ പ്രദേശവാസികളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് തരൂർ രക്ഷപ്പെട്ടത്. വളരെ ചെറിയ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് 5000 വോട്ടുകളാണ്, 8000 വോട്ടുകളൊന്നും മറ്റും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കാഴ്ചവെക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതുപോലെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള BJP അതുപോലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കാഴ്ചവെക്കാനും ഒരു സാധ്യത ഉണ്ട് എന്നാണ് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? അതുണ്ട്. പക്ഷേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭരണത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന സാധ്യത ഇല്ല. അപ്പോൾ ചില സീറ്റുകളൊക്കെ ജയിച്ചേക്കാം. അങ്ങനെ നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. എന്തായാലും
BJP നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന പൊസിഷനിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മുന്നേറ്റം എന്ന് വെച്ചാൽ ഉണ്ടാവുന്നു. അവർക്ക് ഒരു പൊസിഷൻ മെച്ചപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട്. ആ പൊസിഷൻ മെച്ചപ്പെടുത്തൽ തന്നെ ആയിരിക്കണം അമിത്ഷാ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതല്ലാതെ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.